പണി എന്ന സിനിമയിലൊരു കാഴ്ചയുണ്ട്. രണ്ട് ചെറുപ്പക്കാർ ഒരു ബൈക്കിൽ റോഡിലിങ്ങനെ പാർക്ക് ചെയ്തിട്ട് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ റോഡ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലെ കാറിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിക്കുകയാണ്. അപ്പോൾ ഈ ബൈക്കിൻ്റെ പുറകെ ഇരുന്ന പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് കാറിൻ്റെ ചില്ല് മുട്ടും. അയാൾ കാറിൻ്റെ ചില്ല് തുറക്കുമ്പോഴേക്കും ഒരൊറ്റ പഞ്ച്, അയാൾ മുഖത്ത് നോക്കി നല്ല ഇടിയാണ്, മുഖം താർന്നു പോകുന്നുണ്ട്. ഈ പയ്യൻ കൂളായിട്ട് ബൈക്കിൽ കയറി പോവാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ കോപത്തിൻ്റെ നിലവാരം, കോപത്തിൻ്റെ ഗ്രാഫ് ഈ സീനിലും കൃത്യമായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ 70 കൊലപാതകങ്ങളാണ് നടന്നത്. അതിൽ 30ഉം സ്വന്തം കുടുംബത്തിൽ, സ്വന്തം വീട്ടുകാരാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അപകടപ്പെടുത്തുന്നൊരു കണക്കാണ്. ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ കൊലപാതകം, കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല, ആബേലിൻ്റെ സ്വീകരിച്ചു. അപ്പോൾ കായേന് ആബേലിനോട് ദേഷ്യം വരാണ്, കോപം വരാണ്. അത് മുഖം കറുത്തു എന്നാണ് ബൈബിളിൽ പറയുക. അപ്പോൾ ദൈവം കായനോട് പറയുന്നുണ്ട്, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്, നീ എന്തിന് ഇത്ര കോപിച്ചിരിക്കുന്നത്, ഉചിതമായത് പ്രവർത്തിച്ച നീയും സ്വീകാര്യനാവില്ലേ, നിൻ്റെ വാതിൽപ്പടിയിൽ പാപം പതുങ്ങിയിരിപ്പുണ്ട്, നീ അതിനെ കീഴടക്കണം. ദൈവം കായന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നീ കോപത്തെ കീഴടക്കണം. പക്ഷെ അവൻ കീഴടക്കിയില്ല. അങ്ങനെയാണ് ആദ്യത്തെ കൊലപാതകം സംഭവിക്കുന്നത്. എന്താ ഗോസ്പൽ ഈശോ പറയുന്നത്, നീ നിൻ്റെ സഹോദരനെ കോപിക്കരുത്, വാക്കുകൊണ്ട് പോലും അവനെ നോവിക്കരുത്, അത് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിലെ കോപത്തെയും ദേഷ്യത്തെയും നിയന്ത്രിക്കാൻ സൈക്കോളജിസ്റ്റ് നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലൊന്നാണ് മൈൻഡ്ഫുൾനെസ്. ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുക, ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ബ്രെയിനിലെ ലിംബിക് സിസ്റ്റമാണ് വികാരങ്ങളുടെ കടിഞ്ഞാൺ പിടിക്കുന്നത്. സമ്മർദ്ദങ്ങൾ ഈ ഭാഗത്തെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിലെ കോശങ്ങൾ തളരുകയും ചെയ്യും. ഈ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് ഈ കോശങ്ങളെ വീണ്ടും ആക്റ്റീവ് ആക്കാം. ലിംബിക് സിസ്റ്റം നമ്മെ ഒരു കാര്യത്തിന് പ്രേരിപ്പിക്കുമ്പോൾ അത് അക്രമമോ ലഹരി ഉപയോഗമോ എന്തോ ആട്ടെ, കൂടുതൽ പക്വമായി തീരുമാനമെടുക്കാൻ ഇത് നമ്മെ സഹായിക്കും. ലളിതമായിട്ടുള്ള ചില ടെക്നിക്സ് മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടി പറയുന്നത്, നമ്മൾ നമ്മുടെ ബ്രീത്തിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതല്ലെങ്കിൽ ക്ലോക്കിലെ കറങ്ങുന്ന സൂചിയിലേക്കൊന്ന് കുറച്ച് നേരം ഫോക്കസ് ചെയ്യുക. നമ്മളിങ്ങനെ പടികൾ കയറുമ്പോൾ പടികൾ എണ്ണി കയറുക. അത്തരം ചെറിയ സ്റ്റെപ്സിലൂടെ നമുക്ക് കുറേയും കൂടി മൈൻഡ്ഫുള്ളാകാൻ പറ്റും. നമുക്ക് സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ, കോപം ഉണ്ടാകുമ്പോൾ കുറേയും കൂടി നമുക്ക് കമ്പോസ്ഡ് ആകാൻ പറ്റും.